വിശദമായ വാർത്തയിലേക്ക്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് അപകടം. പത്തനംതിട്ട ഇലവുങ്കലിലാണ് അപകടമുണ്ടായത്. 64 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ സജീവമായി അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും വളരെ സജീവമായി വിവരങ്ങളുമായി ശശി നാരായണൻ ചേരുന്നു. ശശി, വലിയ അപകടമാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ബസ് താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. 60-ലധികം പേർ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതും അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവരെ എല്ലാവരെയും പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണല്ലോ ശശി കുറച്ചു സമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? 64 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. 64 പേരെയും ഇപ്പോൾ രക്ഷപ്പെടുത്തി ജില്ലയിലെ വിവിധ ആശുപത്രികൾ, അതായത് പത്തനംതിട്ട ജില്ലയിലെയും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും ആളുകളെ മാറ്റിയിരിക്കുന്നു. അതിൽ ഡ്രൈവറുടെ നില മാത്രമാണ് ഗുരുതരം. ബാക്കിയുള്ളവരുടെ പരിക്കുകൾ വലിയ ഗുരുതരമല്ല. സ്ത്രീകളും കുട്ടികളും അടക്കം 9 കുട്ടികളാണ് ബസ്സിലുണ്ടായിരുന്നത്. 64 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബസ് തന്നെയാണ്. ആ യാത്രക്കാരുടെ എണ്ണത്തിലൊന്നും വലിയ കൂടുതലല്ല. സ്വാഭാവികമായും സീറ്റിംഗ് കപ്പാസിറ്റിയിലെല്ലാം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെയൊക്കെ വിവരം നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും ഈ ബസ് അപകടത്തിൽപ്പെടാറുണ്ടായ കാരണം പ്രധാനമായും ഇലവുങ്കലിൽ നിന്നും ഇലുവയിലേക്ക് പോകുന്ന കണമല റോഡിലെ ഒരു വളവുണ്ട്. ആ വളവിന്റെ ഭാഗത്ത്, ഒരു കലിങ്ങിന്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ ബസ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എതിർ സൈഡിൽ ഒരു വാഹനം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ വാഹനത്തിന്റെ സൈഡ് ഓവർടേക്ക് ചെയ്ത് പോകുന്നതിനിടയിലാണ് അപകടം ഉണ്ടായെന്നാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന ഒരു പ്രാഥമിക വിവരം. പക്ഷേ അത് അന്വേഷിച്ച് കൃത്യമായി അപകടം കണ്ടെത്തിയാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ. എന്തായാലും അപകടത്തിൽപ്പെട്ട ആളുകളെ അപ്പോൾ തന്നെ ഫയർഫോഴ്സും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ, തീർത്ഥാടകരാണ് ആദ്യം എത്തിയത്. ആ തീർത്ഥാടകരടക്കം മറ്റ് തീർത്ഥാടകരടക്കമുള്ള ആളുകൾ രക്ഷപ്പെടുത്തി ആദ്യം നിലയ്ക്കലെ ആശുപത്രിയിലും അവിടെ നിന്നും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും പിന്നീട് കോട്ടയം ആശുപത്രിയിലേക്കും മാറ്റുകയാണ് ഉണ്ടായത്. ഏതായാലും മുഴുവൻ ആളുകളെയും ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകരെ മുഴുവൻ പേരെയും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇതിൽ ഡ്രൈവറുടെ നില മാത്രമാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. ഒരു സൈഡിൽ, ഒരു കലിങ്ങിന്റെ സൈഡിൽ നിന്ന് ബസ് വലിയ താഴ്ചയിലല്ല, റോഡ് സൈഡിൽ തന്നെ ഒരു സ്ഥലത്തേക്കാണ് മാറിയിരിക്കുന്നത്. താഴ്ച ഉള്ള ഭാഗത്താണെങ്കിൽ വലിയ ഗുരുതരമായ ഒരു അപകടം ഉണ്ടാകേണ്ടതാണ്, വലിയ ദുരന്തമായി മാറേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ളൊരു ഭാഗ്യമെന്ന് വേണം പറയാൻ, അത്തരത്തിലുള്ള സ്ഥലത്തല്ല ബസ് അപകടത്തിൽപ്പെട്ടത്. ഏതായാലും ഈ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ഈ സ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ. ശരി ശശി, എന്തായാലും നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ദൃക്സാക്ഷിയായ സുനിൽകുമാറിന്റെ പ്രതികരണത്തിലേക്ക്. നേരിൽ കണ്ടത് ഞങ്ങളുടെ മുമ്പിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ആ ബസ് നിൽക്കുന്നതിന്റെ അവിടെ എത്തുമ്പോൾ ബസ് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതിലൂടെ ഉറങ്ങിപ്പോയതാണോ എന്താണെന്നറിയില്ല. എന്റെ റൈറ്റിലൂടെ പോകുന്നതാണ്. വണ്ടിയുടെ ഓണിങ്ങനെ അടിച്ചു വെക്കുന്നുണ്ട്. എല്ലാവരും കൊണ്ട് നിർത്തി ഇറങ്ങി ഓടി വരികയായിരുന്നു. ഇത് വന്ന വഴിക്ക് രണ്ടുപേരും കൂടി പോയി. ഫ്രണ്ടിന്റെ ഡ്രൈവർ കുറച്ച് സീരിയസ് ആയിരുന്നു. അപ്പം ഡ്രൈവറുടെ സീറ്റ് പൊളിച്ചെടുത്തിട്ടാണ് രണ്ടുപേർ പുറത്തെടുത്തു. ഞങ്ങൾ ബാക്ക് ഗ്ലാസ് പൊട്ടിച്ചിട്ട് അകത്ത് കയറി. അകത്തുള്ള ആളുകളെ മുഴുവനും താഴെ നിന്ന് കുറെ ഹൈറ്റിലാണ്, ഒരാൾ പക്കത്തിലെ ഹൈറ്റിലാണ് ഈ കുഴിയിൽ കിടക്കുന്നത്. വണ്ടി ഒരാൾ പക്കത്തിൽ കുഴിയിലാണ് ഉള്ളത്. അപ്പൊ കുഴിയിൽ നിന്ന് ഞങ്ങൾ താഴെ നിന്ന് ഓരോരുത്തർ എടുത്തുകൊണ്ട് വരാം. അവിടെ ഇറങ്ങാൻ കഴിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, റിസ്ക് ആയിരുന്നു. അതിന്റെ ഉള്ളിലൂടെ പോയി എടുത്തുകൊണ്ട് ആ 2-3 പേരോട് പൊക്കി കൊടുക്കുന്നു. മുകളിൽ നിന്ന് അവിടെ എടുക്കുന്നു. അപ്പൊ തന്നെ ഞാൻ ആക്സിഡന്റ് ആയി ഏറ്റവും ഫസ്റ്റ് തന്നെ ഞാൻ 110 പോലീസിനെ വിളിച്ച് പോലീസ് അവിടെ നിന്ന് ഇവിടെ എത്തണമല്ലോ, ഇത്ര സമയമുണ്ടല്ലോ. വിളിച്ചൊരു കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് അവരോട് എത്തും. അവര് കറക്റ്റ് എത്തി. സമയം ഒരു തമിഴ്നാട്ടിലാണ്, തമിഴ്നാട്ടിൽ നിന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങളൊരു 4ഓളം കുട്ടികള്, 9 കുട്ടികളില് 4 കുട്ടികളെയാണ് ഞങ്ങൾ പരിക്ക് കൂടുതൽ ചോര ഞങ്ങളെ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ താങ്ങിക്കൊണ്ടിരിക്കുക. കൂടുതൽ പരിക്കുകൾ കണ്ടില്ല. പക്ഷെ ഒരു 8ഓളം പേര് വല്ലാതെ പൊട്ടും കയ്യൊക്കെ ഒടിയതായിട്ട് എടുക്കാൻ പറ്റാതെ കുറച്ച് പേരുണ്ടായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. കോന്നി മെഡിക്കൽ കോളേജിലെ വിദഗ്ധ സംഘം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തുമെന്നും മന്ത്രി പറഞ്ഞു.
യോഗത്തിലാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. തഞ്ചാവൂരിൽ നിന്നുള്ള ഭക്തരുടെ സംഘമാണ്. 9 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. 64 പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നത്, ഡ്രൈവർ ഉൾപ്പെടെ. ഡ്രൈവറുടെ കുറച്ച് ഇഞ്ചുറി ഉണ്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആശുപത്രികൾ കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രി, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോന്നി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ ഉൾപ്പെടെ സംഘം അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലും സജ്ജമാണ്. നിലമ്പൂരിലേക്ക് ഇത്രയും ആളുകളെ ആംബുലൻസുകൾ, അധികമായിട്ട് ആംബുലൻസുകൾ അവിടേക്ക് എത്തിക്കുന്നതിനും അപകടം നടന്ന ഉടനെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് SP അറിയിച്ചിട്ടുള്ളത്. അപ്പൊ അവരെ താഴേക്ക്, അതായത് പത്തനംതിട്ടയിലേക്കും കോട്ടയത്തേക്കും ഒക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടക്കുകയാണ്. അവര് കുറേയേറെ ആളുകളെ അതായത് ട്രീറ്റ്മെന്റ് ചികിത്സ ആവശ്യമായിട്ടുള്ള ആളുകളെ താഴേക്ക് അവർ താഴേക്ക് കൊണ്ടുപോവുകയാണ്. ശശിനാരായണൻ തുടരുന്നുണ്ട്. ശശി, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഈ പരിക്കേറ്റവരിലേറെയും വൃദ്ധരായിട്ടുള്ള ഒരുപാട് പ്രായമുള്ള ആളുകളാണ്, ശബരിമല തീർത്ഥാടകരാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവർ നിരവധി പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ഇപ്പോൾ ആരോഗ്യമന്ത്രി നമ്മളോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് ഡ്രൈവറുടെ പരുക്ക് മാത്രമാണ് ഗുരുതരം എന്നുള്ളതാണല്ലോ. എന്താണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ആക്ച്വലി ഈ ഡ്രൈവറുടെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ളത്. ഈ പ്രായമായവരുടെ 2-3 പേർക്ക് സാരമായ പരിക്കുകളുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. പക്ഷേ 64 പേരിൽ കുട്ടികളടക്കമുള്ള തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. ഇവര് ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. എന്തായാലും തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. എന്തായാലും അപകട സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു പെട്ടെന്ന് തന്നെ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാണ് ഈ അപകടത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാൻ. അപകട സ്ഥലത്ത് MLAയും അതുപോലെ തന്നെ മന്ത്രി P. പ്രസാദ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പ്രമോദ് നാരായണൻ MLA അതുപോലെ തന്നെ P. പ്രസാദ് മന്ത്രി ഇപ്പം ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരെയും ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലും മന്ത്രി വീണ ജോർജും അടക്കമുള്ള ഒരു ഇടപെടൽ. ഈ പ്രതികരണം നേരത്തെ നമ്മൾ പ്രതികരണത്തിലേക്കൊക്കെ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷി സുനിൽകുമാർ പറഞ്ഞ അവരുടെ തൊട്ടു മുമ്പിലാണ് ഈ ബസ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ റോഡിൽ നിന്ന് ഒരാൾ പൊക്കത്തിലുള്ള താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല, അല്ലെ? പക്ഷേ 2 കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഈ റോഡിന്റെ ഇടത് സൈഡിൽ ഇവിടുന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിവരം, ഇടത് സൈഡിൽ ഒരു വാഹനം പോകുന്നുണ്ടായിരുന്നു. ആ വാഹനത്തെ മറികടന്ന് ഈ വളവ് കൂടിയാണ്, അത് മറികടന്ന് പോകാൻ ബസ് ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നു. അതിനിടയിലാണ് അപകടം ഉണ്ടായത് എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നു. അതേസമയം വാഹനം ഇത്തരത്തിൽ ഇറക്കവും ഒരു വളവുമാണ് ഈ പ്രദേശത്തുള്ളത്. ഒരു വലിയ ഇറക്കവും പെട്ടെന്നൊരു വളവാണ്. ആ വളവ് തിരിയാൻ നിയന്ത്രണം വിട്ട് തിരിക്കാൻ കഴിയാതെ വന്ന് കൊണ്ടാണ് അപകടം ഉണ്ടായതെന്നും പറയുന്നത്. എന്തായാലും അപകടത്തിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഈ 2 കാരണങ്ങളാണ് പറയുന്നത്. അത് കൃത്യമായി അന്വേഷിച്ചെങ്കിൽ എന്താണ് ഇത് വാഹനം അപകടത്തിൽപ്പെടാൻ കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയുകയുള്ളൂ. എന്തായാലും ഒരു ചെറിയ സ്ഥലം, വലിയ താഴ്ചയുള്ള കൊക്കയിലല്ല ബസ് മറിഞ്ഞത്, അല്ലെങ്കിൽ സൈഡിലുള്ള ചെറിയൊരു കുഴിയിലേക്കാണ് മറിഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ ഒരു അപകടം. ശരി, അത് തന്നെയാണ് വലിയ അപകടം ഒഴിവാക്കിയതും കൂടുതൽ ആളുകളെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞതും ഈ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു. ശശിനാരായണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഇപ്പോൾ ആശുപത്രിയിലും ആ സംഭവ സ്ഥലത്തുമൊക്കെയായി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പ്രദീപ് നാരായൺ MLAയുടെ പ്രതികരണത്തിലേക്ക്. പ്രമോദ് നാരായൺ MLAയുടെ പ്രതികരണത്തിൽ നിന്നുമുള്ള യാത്രാ സംഘമാണ് എന്നാണ് ലഭിച്ചിട്ടുള്ളത്. അവര് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ സംഘം ശബരിമലയിൽ പോയി തിരികെ വരുമ്പോഴാണ് അപകടമുണ്ടായത്. അപകടത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും വണ്ടിയുടെ ബ്രേക്കിന് തകരാറുണ്ടായി എന്നാണ് പോലീസിൽ നിന്നും പ്രാഥമികമായി ലഭിച്ച വിവരം. 20-ലേറെ ആൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരാളിന്റെ അവസ്ഥ ഗുരുതരാവസ്ഥയാണ്. അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും തൊട്ടടുത്തുള്ള CCM ഹോസ്പിറ്റലിലേക്കും നിലയ്ക്കൽ ഉൾപ്പെടെ വിവിധ ആശുപത്രിയിലേക്കും എത്തിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടമാണ് നടന്നത്. പക്ഷേ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. ഡ്രൈവറുടെ നില മാത്രമാണ് ഗുരുതരമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. ശശിനാരായണനാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള സർവകലാശാലയിൽ പ്രസവിച്ച 8ാം നാൾ യുവതിയെ വിളിച്ചു വരുത്തിയ സംഭവം അതീവ ഗൗരവമെന്ന രജിസ്ട്രാർ. നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും രജിസ്ട്രാർ പറഞ്ഞു. ഗൗരവത്തെ തന്നെ സർവകലാശാല കണ്ടു. അതിന്റെ അന്തിമഘട്ടത്തിലാണ്. അതിന്റെ അന്തിമഘട്ടത്തിലാണ് ഇപ്പോൾ.
ഐശ്വര്യ അനിൽ വിവരങ്ങളുമായി ചേരുന്നു. ഐശ്വര്യ, എന്തായാലും അവധി നിഷേധിച്ച ആ സംഭവം വലിയ ഗൗരവത്തോടെ തന്നെ കാണുന്നു എന്നാണ് രജിസ്ട്രാറുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏത് രീതിയിലുള്ള നടപടി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നടപടികളിലേക്ക് നീങ്ങുന്നു, അവസാന ഘട്ടത്തിലാണ് എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി പ്രസവിച്ച ശേഷം 8ാം നാൾ ജീവനക്കാരിയെ കേരള സർവകലാശാലയിൽ വിളിച്ചു വരുത്തിയതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. ഈ ഡെപ്യൂട്ടി രജിസ്ട്രാർ DS സന്തോഷ് കുമാറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് രജിസ്ട്രാർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ഉന്നയിച്ചത്. ആ സമയത്ത് ഈ അതീവ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം കാണുന്നത്. ഒപ്പം തന്നെ ഈ അന്തിമഘട്ടത്തിലാണ് നടപടി എന്നതായിരുന്നു രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ മറുപടി. പക്ഷെ അപ്പോഴും നമ്മൾ ചോദിച്ചത് എന്ത് തരത്തിൽ, അതായത് അന്വേഷണമാണോ അന്തിമഘട്ടത്തിൽ, അല്ലെങ്കിൽ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണോ അന്തിമഘട്ടത്തിൽ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായൊരു വിശദീകരണം നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടി വരും. എന്തായാലും ഇനി നടപടി ഉണ്ടാകേണ്ടത് VC-യുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. രജിസ്ട്രാർ ഈ റിപ്പോർട്ട്, അതായത് അന്വേഷണ റിപ്പോർട്ട്, 3 അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് VC-ക്ക് കൈമാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇനി അറിയേണ്ടത് VC ഇദ്ദേഹത്തിനെതിരെ, അതായത് ഡെപ്യൂട്ടി രജിസ്ട്രാർക്കെതിരെ എന്ത് നടപടി എടുക്കും എന്നുള്ളത് തന്നെയാണ്. ഈ അവധി നിഷേധിച്ചതിനപ്പുറത്തേക്ക് വിളിച്ചു വരുത്തി ഈ സർവകലാശാലയിൽ എത്തിയ യുവതിയോട്, അതായത് ഒരുപാട് നേരം ആ യുവതി കാത്തു നിൽക്കേണ്ടി വന്നു എന്നുകൂടി നമുക്ക് പറഞ്ഞു വെക്കണം. അത്തരം ഒരു ദുരനുഭവത്തിൽ എന്ത് നടപടി ഇനി ഡെപ്യൂട്ടി രജിസ്ട്രാർക്ക് എതിരെ എടുക്കും എന്നുള്ളതാണ് ഇനി നമുക്ക് VC-യുടെ ഭാഗത്ത് നിന്ന് അറിയേണ്ടത്. ശരി, ഐശ്വര്യ അനിലാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദവിവരങ്ങൾ നൽകിയത്. ഇടവേള. സ്ഥലത്ത് തന്നെയുണ്ട്. എന്റെ പേര് രാജൻ എന്നാണ്. പിന്നെ നിലയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എരുമേലിക്ക് പോകുന്ന വഴിക്ക് ഇലവുങ്കൽ 2 വളവ് അടിവശത്താണ് വലിയ അപകടം ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 62ഓളം വലിയ പ്രായമുള്ള സ്വാമിമാരും അതുപോലെ തന്നെ 8ഓ 9ഓ കുട്ടികൾ ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ശബരിമല മകരവിള 2ാം ദിവസമായ ഇന്ന് മല ചവിട്ടിയിട്ട് തിരിച്ചു പോകുന്ന സ്വാമിമാർക്കാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ സ്വാമിമാരെ തഞ്ചാവൂരിൽ നിന്നും എത്തിയിട്ടുള്ള സ്വാമിമാരാണ്. ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഹലോ, ഈ വലിയ കൊക്കയിലേക്കാണോ ബസ് മറിഞ്ഞത്? റോഡിന്റെ വലസൈഡ് വലിയ കൊക്കയല്ല എങ്കിൽ തന്നെ റോഡിൽ നിന്നും കാണാവുന്ന രീതിയിൽ തന്നെ റോഡിൽ തന്നെയാണ്, റോഡിന്റെ അടിവശത്തോട്ടാണ് മറിഞ്ഞിരിക്കുന്നത്. തലകീഴായി കിടക്കുന്ന ബസ്സാണ്. ആ വാഹനത്തിൽ നിന്നും കലുങ്ങിന്റെ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന് വണ്ടിയുടെ ഒരു വശം പൊളിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യാത്രക്കാരെ എല്ലാവരും പുറത്തേക്ക് വന്നോ? യാത്രക്കാരെല്ലാവരും പുറത്തെത്തിയോ? യാത്രക്കാരെ എല്ലാവരെയും പുറത്ത് എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിന്റെ ഒക്കെ കുറവുണ്ടായിരുന്നു എങ്കിലും സമീപപ്രദേശത്തു നിന്നുള്ള എല്ലാ വാഹനങ്ങളും നമ്മുടെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിക്ക് ഗുരുതരമാണോ ആരുടെയെങ്കിലും? ഡ്രൈവറിന്റെ പരിക്ക് അല്പം ഗുരുതരമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രായമുള്ള ഒത്തിരി സ്വാമിമാരുണ്ട്, അവർക്കൊക്കെ വളരെ അസ്വസ്ഥതയുണ്ട്. കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നിസ്സാരമായ പരിക്കുകൾ ഉണ്ട്. രഞ്ജിത്തെ, അല്പസമയം മുമ്പാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിക്കുന്ന ബസ് ഇലവുകളിൽ നിന്നും എരുമേലിക്ക് പോകുന്ന ഭാഗത്താണ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ടുള്ളത്. 62 തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇതിൽ അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഫയർഫോഴ്സും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിലൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. തീർത്ഥാടകരിൽ കുട്ടികളടക്കമുള്ളവരുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഇവരെ പുറത്തേക്ക് 62 പേരെയും ഇപ്പോൾ പുറത്ത് എത്തിച്ചിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതിൽ ഉണ്ടായിട്ടില്ല. ബസ് നടന്നിട്ടുണ്ട്, പക്ഷേ എത്ര പേർക്ക് പരിക്കുണ്ടായിട്ടുണ്ട്, എത്ര പേരുടെ നില ഗുരുതരമാണ് എന്ന കാര്യത്തെക്കുറിച്ച് ഇതുവരെ വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ ഭാഗത്ത് വനമേഖല ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മറ്റു കാര്യങ്ങളും പുറത്തറിയുന്നതിന് അല്പം താമസമുണ്ട്. കാരണം ഈ മൊബൈൽ കവറേജും അതിന്റെ റേഞ്ചും ഇല്ലാത്തൊരു പ്രദേശം കൂടിയാണ്. എന്തായാലും തീർത്ഥാടകരെ ഈ ഫയർഫോഴ്സിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ ശബരിമല പോയ മറ്റ് തീർത്ഥാടക നേതൃത്വത്തിൽ രക്ഷപ്പെടുത്തിയെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരം കാര്യങ്ങൾ ഏകോപിച്ചുള്ള രക്ഷാപ്രവർത്തനം നടത്തിയെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്തായാലും ഈ പ്രദേശത്ത് ഇത്തരമൊരു നമുക്ക് ഈ വിവരം ലഭിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇത്. ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണ് ശിവരാണൻ? ഈ കൊക്കയിലേക്ക് മറിയുക എന്നൊക്കെ പറയുമ്പോൾ അപകടം കുറച്ചുകൂടി ഗൗരവമാകാനുള്ള സാഹചര്യമല്ലേ? രഞ്ജിത്ത്, ഈ ഇലവുകളിൽ നിന്ന് എരുമേലിക്കുള്ള റോഡ് കുത്തിറക്കമാണ്. അത് ഈ വനത്തിൽ കൂടെയുള്ള റോഡാണ്.
സാധ്യതയുണ്ട്. കാരണം അതുപോലുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കൊക്കയിലേക്ക് ഒരുപക്ഷെ നിയന്ത്രണം പെട്ടായിരിക്കും. ഏത് തരത്തിലാണ് ഈ ബസ് അപകടത്തിൽപ്പെട്ട എന്ന കാര്യത്തെ കുറിച്ച് വ്യക്തമല്ല. എന്തായാലും 62 തീർത്ഥാടകർ ഈ ബസ്സിലുണ്ട് എന്ന ഫയർഫോഴ്സിന്റെ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവറുടെ നില അല്പം ഗുരുതരമാണ്. ഈ രക്ഷപ്പെടുത്തിയവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും അപകടം എത്ര പേരുടെ നിലയാണ് ഗുരുതരമായിട്ടുള്ളത്, ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ എവിടത്തുകാരാണെന്നുള്ള കാര്യത്തെക്കുറിച്ചും ഇപ്പോഴും വ്യക്തതയില്ല. എന്തായാലും ഈ 62 പേരെയും ബസ്സിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഫയർഫോഴ്സ് നമ്മളെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതായത് 62 പേരുണ്ടായിരുന്നു. ഈ 62 പേരെയും പുറത്തെത്തിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി, അങ്ങനെ മനസ്സിലാക്കണം അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഇപ്പം നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ പ്രദേശത്തു നിന്നും ഈ വിവരങ്ങൾ ലഭിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം മൊബൈൽ റേഞ്ച് ലഭിക്കാത്തൊരു പ്രദേശമാണ്. ഈ കൂടെയുള്ള സ്വാമിമാര്, ഈ ദർശനത്തിലെത്തിയ സ്വാമിമാരൊക്കെയാണ് ഈ അപകടം ആദ്യം കാണുന്നത്. അതിനുശേഷമാണ് ഇത് പുറം ലോകം അറിയുന്നത്. അതിനുശേഷമാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ ഈ സ്ഥലത്ത് തിരഞ്ഞെടുത്തത്. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റിന് യാത്രാമൊഴി നൽകി ജന്മനാട്. സംസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്നു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. അണമുറിയാത്ത പ്രവാഹമായിരുന്നു ഇന്നസെന്റിന്റെ വസതിയായ പാർപ്പിടത്തിലേക്ക്. രാവിലെ 9:30 അന്ത്യശുശ്രൂഷ ചടങ്ങുകൾ തുടങ്ങി. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് പോളി കണ്ണൂക്കാരൻ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. 10 മണിയോടെ മൃതദേഹം വിലാപയാത്രയായി ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലേക്ക്. പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം ഭൗതിക ശരീരം സെമിത്തേരിയിലെത്തിച്ചു. പിന്നീട് പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ. ബന്ധുക്കൾ അന്ത്യചുംബനം നൽകി ഇന്നസെന്റിന് യാത്രാമൊഴിയേകി. മന്ത്രിമാരായ കെ രാജൻ, കെ രാധാകൃഷ്ണൻ, ആർ ബിന്ദു, വി എൻ വാസവൻ, ചലച്ചിത്ര താരങ്ങളായ ദിലീപ്, കാവ്യമാധവൻ, ടോവിനോ തോമസ്, ഇടവേള ബാബു, സംവിധായകൻ സത്യനന്ദിക്കാട്, BJP നേതാവ് പി കെ കൃഷ്ണ തുടങ്ങിയവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നസെന്റിന്റെ നിറചിരി ഇനി നിത്യതയിൽ അനശ്വരമായി നിറയും. ന്യൂസ് 18 തൃശൂർ. ലേഡീസ് വാനിൽ ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തുരുത്ത് എന്ന ചിത്രം മാർച്ച് 31 തിയേറ്ററുകളിൽ എത്തുകയാണ്. തുരുത്തിന്റെ വിശേഷങ്ങളുമായി നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ സുധീഷും കീർത്തിയും നമുക്കൊപ്പം ചേരും. ലേഡീസ് വാനിൽ രണ്ടുപേരും നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കും സിനിമയുടെ വിശേഷങ്ങളിലേക്കും ഒക്കെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.